ക്രൂരതയുടെ നാടായി മാറിയോ കേരളം? ക്രൂരതയുടെ നാട് കേരളം എന്ന് അറിയപ്പെടുന്നത് നമുക്കൊരു നല്ല കാര്യമാണോ? നമ്മൾ ഓരോ ദിവസവും കേരളത്തിലെ പല പല ജില്ലകളിൽ നിന്നായിട്ട് കേൾക്കുന്ന വാർത്തകൾ, ക്രൂരത ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്നതിനോട് ഒരു പ്രശ്നമില്ല. റോഡിലോ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്തോ പബ്ലിക് പ്ലേസിലോ ഒക്കെ വെച്ച് എന്ത് തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുന്നതിനും ആർക്കും ഒരു മടിയുമില്ല. ആളുകളെ വെട്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൊന്നിട്ട് മൃതദേഹം കൊണ്ടുവന്നിട്ട ചരിത്രമുണ്ട് കോട്ടയത്ത്. അതുപോലെ തിരുവനന്തപുരത്ത് കാല് വെട്ടി ആ കാലുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രൂരത എന്ന് പറയുന്നത് കൂടിക്കൂടി വരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയോ? അക്രമം എന്ന് പറയുന്നത് അല്ലെ വയലൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിന് അല്ലെങ്കിൽ വികസിത രാജ്യം അല്ലെ വികസിത നാട് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി, നമ്പർ 1 കേരള എന്നൊക്കെയുള്ള ഹാഷ്ടാഗുകളൊക്കെ പ്രചരിപ്പിക്കുന്ന നമുക്ക് ഭൂഷണമാണോ, നല്ലതാണോ? തീർച്ചയായിട്ടും ഈ അക്രമം, ക്രൂരത ഇത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ ചില മനുഷ്യർ പറയുന്നു, പേടി കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, പേടി കൊണ്ട് വഴി നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഒരു നല്ല നാട്, നമ്പർ 1 എന്നൊക്കെയുള്ള കാര്യത്തിന് യോജിച്ചതല്ല. നമുക്ക് തീർച്ചയായിട്ടും നമ്പർ 1 എന്ന് തന്നെ അറിയപ്പെടണം. പക്ഷേ അത് ക്രൂരതയുടെ കാര്യത്തിലോ അക്രമത്തിൻ്റെ കാര്യത്തിലോ ആകാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ക്രൂരത അല്ലെങ്കിൽ ഈ അക്രമം ഉണ്ടാകുന്നത്? ക്രൂരത വെറുതെ അങ്ങനെ സമൂഹത്തിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല. കാരണം മനുഷ്യർ പ്രാകൃത മനുഷ്യരെ പോലെ പെരുമാറുക, അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യരെക്കാളും നീചമായിട്ട് മൃഗങ്ങളെ പോലെ പെരുമാറുക. പല മൃഗങ്ങൾ പോലും ഇങ്ങനത്തെ ക്രൂരത കാണിക്കത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും ഈ ക്രൂരത കാണിക്കുന്നവരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോയിട്ടുണ്ടാകും, ഏതെങ്കിലും ഒരു ക്ലാസ്സുകൾ വരെയോ, ചിലർ കോളേജിൽ പോയിട്ടുണ്ടാവും. പല ക്രൂരതയും കാണിക്കുന്നവരൊക്കെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നേടിയവർ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഈ പഠിച്ചവർ എന്തുകൊണ്ട് ഇത്രയും ക്രൂരത കാണിക്കുന്നു, ഈ അക്രമം കാണിക്കുന്നു? ഇതെല്ലാം നിയമലംഘനങ്ങൾ തന്നെയാണല്ലോ. നമ്മുടെ കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ 1ാം നമ്പറാണ്. 94%, 96%, അതുപോലെ ചില ജില്ലകളിലൊക്കെ 100%, ഒരു 100% സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നു, ഫ്രീ ആയിട്ട് നടത്തുന്നു എന്നൊക്കെയുള്ള പല പല പ്രഖ്യാപനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ 90%-ലധികം സാക്ഷരത നേടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അക്രമം കാണിക്കുന്നവരും ക്രൂരത കാണിക്കുന്നവരും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സാക്ഷരത നേടിയവരായിരിക്കാം, അവിടെ സ്കൂളുകളിൽ പഠിച്ചവരായിരിക്കാം. അപ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വഴിതെറ്റിയത് കൊണ്ടാണോ നമ്മുടെ നാട്ടിൽ ക്രൂരത വർദ്ധിച്ചത്? കാരണം തീർച്ചയായിട്ടും ഞാൻ പലരോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും ക്രൂരത, ഇത്രയൊക്കെ മനുഷ്യർക്ക് ക്രൂരത കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഓഫ്കോഴ്സ് പല പല കാരണങ്ങളുണ്ടാകാം. ചിലർക്ക് മാനസിക രോഗമുണ്ടാകാം, ചിലർക്ക് അല്ലാത്ത ചില സമൂഹത്തിൽ നിന്ന് കിട്ടിയ ചില തിക്താനുഭവങ്ങളുണ്ടാകാം, അങ്ങനെ വൈരാഗ്യങ്ങളുണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും പിന്നെ ബൗദ്ധികമായിട്ടുള്ള കൂടുതൽ അറിവുകളും നല്ല കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മറന്ന് വഴിതെറ്റിയ ഒരു വിദ്യാഭ്യാസമാണോ ഇന്ന് നാട്ടിലുള്ളത്? അതാണോ ഈ ക്രൂരതയ്ക്കൊക്കെ കാരണം? ഇങ്ങനെ വഴിതെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്നാണ് ഇത് വഴിതെറ്റിയത്? രണ്ടാമത്തെ കാര്യം, എന്നാണ് വിദ്യാഭ്യാസത്തിന് വഴിതെറ്റിയത്? ആദ്യം വഴിതെറ്റിയോ? തീർച്ചയായിട്ടും ക്രൂരത കാണുമ്പോഴത്തേനും അത് വഴിതെറ്റിയെന്ന് പറയാം. കാരണം വിദ്യാഭ്യാസ ലക്ഷ്യം മാനസികമായിട്ടുള്ള ആരോഗ്യം, അതുപോലെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം, ബൗദ്ധികമായിട്ടുള്ള അറിവുകൾ, വളർച്ച, പിന്നെ സമൂഹത്തിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിലുള്ള ആ ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും, അതുപോലെ പരിസ്ഥിതിയോടുള്ള ഒരു മനോഭാവം, എക്കോളജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇങ്ങനെയുള്ള അറിവുകളും ബൗദ്ധികമായിട്ടുള്ള കഴിവുകളും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടിയാണ് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത്. നല്ല രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് ഇവിടെയും.
പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ക്രൂരത കൂടിക്കൂടി വരുന്നു. മനുഷ്യൻ മൃഗത്തെക്കാളും കഷ്ടമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം പോകുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പല ലെവലുണ്ടാകാം. ചിലർ 10ാം ക്ലാസ് വരെ പഠിച്ചവരായിരിക്കാം, ചിലർ 12ാം ക്ലാസ് വരെ പഠിച്ചവരായിരിക്കാം, ചിലർ ഗ്രാജുവേഷനോ അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ. ഈ ക്രൂരത കാണിക്കുന്നവർക്ക് അവർക്ക് പല ലെവലിലുള്ള വിദ്യാഭ്യാസം കിട്ടിയവരുണ്ട്. പക്ഷേ കേരളത്തിലെ സ്കൂളിൽ നിന്ന് തന്നെ ഇറങ്ങിയവരാണ് ഇവർ. അതുപോലെ ലഹരിയുടെ ഉപയോഗം, ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് ക്രൂരത കാണിക്കുന്നു എന്നുള്ളതും നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കുറേയധികം കൂടുതൽ വാർത്തകൾ കാണുന്നു. അപ്പോൾ ലഹരി ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അത് ക്രൂരതയിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യവും നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. ഒരു സ്കൂളിലെ ഒരു അധ്യാപകനെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം എന്ന് ഒരു കുട്ടി വെല്ലുവിളിക്കുന്ന ഒരു കാര്യവും അടുത്ത ദിവസം നമ്മൾ കേരളത്തിൽ കണ്ടു. അപ്പോൾ അധ്യാപകനെ വെല്ലുവിളിക്കുന്ന, സ്കൂൾ ലെവലിൽ തന്നെ വെല്ലുവിളിക്കുന്ന ഒരവസ്ഥ, അതും ക്രൂരതയുടെ അക്രമത്തിൻ്റെ മനോഭാവം തന്നെയാണ്. അങ്ങനെ ഒരു കുട്ടി അങ്ങനെ വെല്ലുവിളിക്കുന്ന അധ്യാപകനെ. അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം കൂടി. അതുപോലെ നമ്മുടെ സിവിക് സെൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ലല്ലോ. നമ്മൾ എന്ത് സാധനവും എവിടെയും വലിച്ചെറിയാം. വേസ്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി ഇന്നും നമ്മുടെ ആൾക്കാർ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കേണ്ട വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് സിവിക് സെൻസ് എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇല്ല. പൊതു സ്ഥലങ്ങളിലുള്ള മര്യാദ എന്ന് പറയുന്നത്, നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊതു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഒക്കെ കാണുന്ന ഒരു മര്യാദകേട് പലരുടെയും, അത് കൂടിക്കൂടി വരുന്ന മര്യാദകേട്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഒരു നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമല്ല. നമ്മൾ റോഡിൽ കാർ ഓടിക്കുമ്പോൾ ഇവിടെ മനുഷ്യർ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ, അതുപോലെ സ്വിറ്റ്സർലൻഡിൽ മനുഷ്യർ വണ്ടി ഓടിക്കുന്നത് എങ്ങനെ, ഇത് രണ്ടും താരതമ്യം ചെയ്താൽ, ഞാൻ സ്വിറ്റ്സർലൻഡ് പറയാൻ കാര്യം അടുത്ത കാലത്ത് നമ്മളുടെ ഇവിടുത്തെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ആയിട്ട് സ്വിറ്റ്സർലൻഡ് സന്ദർശിച്ചതായിട്ട് പത്രങ്ങളിൽ കണ്ടു. അപ്പം സ്വിറ്റ്സർലൻഡിൽ പോയി എന്തോ പഠിക്കാൻ വേണ്ടി പോയതാണല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും നല്ല കാര്യമുണ്ടല്ലോ. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ ട്രാഫിക്കും റോഡിലെ മര്യാദയും ഇവിടുത്തെ റോഡിലെ മര്യാദയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര മര്യാദയില്ലാത്ത ഒരു പെരുമാറ്റമാണ് പൊതുസ്ഥലങ്ങളിൽ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അക്രമം, ക്രൂരത, ലഹരിയുടെ കൂടുന്ന ഉപയോഗവും അതിനുശേഷമുള്ള ക്രൂരതകളും, അതുപോലെ മര്യാദയില്ലാത്തത്, അതുപോലെ സിവിക് സെൻസ് ഒട്ടുമില്ലാത്ത ഒരു കാര്യം, അതുപോലെ എത്രയെല്ലാം തട്ടിപ്പുകളിലാണ് നമ്മൾ പോയി പെടുന്നത്. ഈ തട്ടിപ്പുകളിൽ പോയി പെടണമെങ്കിൽ നമുക്ക് ഈ തട്ടിപ്പുകൾ ഒരാളൊരു കാര്യമെന്ന് പറയുമ്പോൾ, അല്ല എവിടെയെങ്കിലും ഒരു പരസ്യം കാണുമ്പോൾ, അല്ല ബാക്കി എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കാണുമ്പോഴൊക്കെ അത് ഒരു സത്യമന്വേഷിക്കണം, ഇത് കറക്റ്റാണോ, അതിൻ്റെ വിവിധ വശങ്ങൾ ഇതൊക്കെ വിശകലനം ചെയ്യാനും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്തൊരു വിദ്യാഭ്യാസം നമ്മുടെ ആൾക്കാർക്ക് കിട്ടിയത് കൊണ്ടല്ലേ ഓരോ വർഷവും തട്ടിപ്പുകളിൽ ഇരയാകുന്നവരുടെ പല തട്ടിപ്പുകളിൽ പെടുന്നവരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൂടി വരുന്നത്. അപ്പോൾ തട്ടിപ്പുകളിൽ പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് തട്ടിപ്പെന്ത് നല്ലതെന്ത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിദ്യാഭ്യാസം അവർക്കില്ല, അറിവില്ല, വിവരമില്ല, വിവരക്കേടിൽ ചെന്ന് പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ എല്ലാവരും വന്ന് എല്ലാവിധ തട്ടിപ്പുകളും നടത്താൻ പറ്റിയൊരു ഒരു സമൂഹമാണ് കേരളമെന്ന് പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ പല തട്ടിപ്പുകളുമായിട്ട് പല ആൾക്കാരും ഇവിടെ വിഹരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസം വഴി തെറ്റി എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെല്ലാം നമ്മൾ ഇത്രയും 90% സാക്ഷരത നേടിയ ഈ സംസ്ഥാനത്ത് ഈ പറഞ്ഞ ക്രൂരത കാണിക്കുന്നവരും സിവിക് സെൻസ് ഇല്ലാത്തവരും തട്ടിപ്പിൽ പെട്ടുപോകുന്നവരും തട്ടിപ്പ് കാണിക്കുന്നവരും ലഹരിക്ക് അടിമയാകുന്നവരും ലഹരിക്ക് ശേഷം ക്രൂരത കാണിക്കുന്നവരും ലഹരി കച്ചവടം മാത്രം നടത്തുന്നവരും ഒക്കെ വിദ്യാഭ്യാസത്തിന് വഴിതെറ്റിയത് കൊണ്ടാണ്. കാരണം അവർക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വിവരമില്ല, വിവരക്കേടി പോയി ചാടുന്നു, ക്രൂരതയാണ് അവരുടെ ഒരു മനോഭാവം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസം കൊണ്ട് ഇങ്ങനത്തെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയാണെങ്കിൽ ആ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും വഴിതെറ്റിയൊരു വിദ്യാഭ്യാസമാണ്. ഇനി എന്ന് മുതലാണ് ഇത് വഴിതെറ്റിയത്? ഈ വിദ്യാഭ്യാസം വഴിതെറ്റിയത് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം 6 തവണ തുടർച്ചയായ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. 1967 ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ CH മുഹമ്മദ് കോയ 67 മുതൽ 73 വരെ 5 വർഷം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആദ്യം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു 67 അതിനുശേഷം പിന്നെ 77 ശേഷം 77-79 കാലഘട്ടത്തിലും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നെ ബാക്കി ചെറിയ കാലഘട്ടങ്ങളിൽ അങ്ങനെ 6 മന്ത്രിസഭകളിൽ തുടർച്ചയായി വിദ്യാഭ്യാസ മന്ത്രിയായ CH മുഹമ്മദ് കോയയുടെ കാലം തുടങ്ങിയാണ്
കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വഴിതെറ്റിയത്. അദ്ദേഹം അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, കുറച്ചു കാലത്ത് ഉപമുഖ്യമന്ത്രിയായി. അപ്പോൾ എന്നാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് താളം തെറ്റി, വഴിതെറ്റി, അത് ഇന്നത്തെ ഒരു കേരളത്തിൻ്റെ ക്രൂരത നിറഞ്ഞ, തട്ടിപ്പ് നിറഞ്ഞ, ലഹരിക്കടിമയായ, ഈ സിവിക് സെൻസ് ഇല്ലാത്ത, മര്യാദയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67 CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായ ശേഷം അദ്ദേഹം തുടർച്ചയായി 6 പ്രാവശ്യം 6 മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷമാണ്, ആയതിനോട് കൂടിയാണ് ഈ വിദ്യാഭ്യാസം കേരളത്തിൽ വഴിതെറ്റിയത്. അപ്പോൾ വഴിതെറ്റി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരിയായ ദിശയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷണത്തോടു കൂടി തന്നെ പോയിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ, ക്രൂരത നിറഞ്ഞ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറില്ലായിരുന്നു. അപ്പോൾ വഴിതെറ്റി. അത് വഴിതെറ്റിയത് അന്ന് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നവർ ആര് എന്ന് പേര് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് വിദ്യാഭ്യാസ നയങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് തീർച്ചയായിട്ടും ശ്രീ CH മുഹമ്മദാണ്. അദ്ദേഹം ഒരു പ്രാവശ്യമല്ല വിദ്യാഭ്യാസ മന്ത്രിയായത്, 6 മന്ത്രിസഭകളിൽ തുടർച്ചയായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയാകുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയും ഉപമുഖ്യമന്ത്രിയാകുകയും ചെയ്തൊരു വ്യക്തിയാണ്. അന്ന് മുതൽ വിദ്യാഭ്യാസത്തിന് താളം തെറ്റി, വഴിതെറ്റി കേരളം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് താളം തെറ്റി, എന്തിന് താളം തെറ്റിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതാണ്.